ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഓരോ സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ഷീബായാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പ്രൈസ് ലോർഡ്, സുഖമായിരിക്കുന്നു ദൈവകൃപയാൽ. ഇത് ജോയ്സ് ടിവിയിലേക്ക് കർത്താവിന്റെ സാക്ഷ്യമായി നിൽപ്പാൻ, മഹിമകളുടെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ ക്ഷണിച്ച സിസ്റ്ററിനും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയമായ കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്ററെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. അതിനുശേഷം സിസ്റ്ററിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ഞാൻ സമയം അനുവദിച്ചു തരാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രിയ സഹോദരിയുമായി ദൈവപാദപീഠത്തിൽ അടുത്ത് വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നിന്റെ ദാസിയെ ദൈവം ഹല്ലേലൂയ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് വിടുവിച്ച് പിന്നെയും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനുള്ളിൽ കർത്താവെ നിന്റെ ദാസ്യതയും ഇരുത്തണമേ കർത്താവെ. ഓർമ്മശക്തിയും ജ്ഞാനവും എല്ലാം ദൈവം കൊടുക്കണമേ. നാവോടും വായോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. സിസ്റ്ററിന്റെ ജീവിതാനുഭവം സിസ്റ്ററിന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അടൂർ ആനന്ദപ്പള്ളി എന്ന ദേശത്താണ്, നാട്ടിലായിരിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു പറഞ്ഞതുപോലെ തന്നെ സിസ്റ്ററിന്റെ അനേക സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി കേൾക്കാറുണ്ട്. അതെല്ലാം ജീവിതത്തിൽ ധൈര്യം നൽകുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം കേട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കും ഒരു സാക്ഷ്യമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സാക്ഷികളാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാണെന്ന്. ഭൂമിയുടെ അറ്റത്തോളം പോകാൻ സാക്ഷ്യമായില്ലെങ്കിലും ഇങ്ങനെ ഒരു ഡിവൈസിലൂടെയും മറ്റുള്ളവരുമായി കണ്ടുമുട്ടുന്നതിലൂടെ ഒക്കെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ നമ്മളെ വിളിക്കപ്പെട്ടവരാണല്ലോ. അതിനായി ദൈവം ഈ അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുമ്പോൾ ഞാൻ അടൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുകാലത്ത് ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് അല്ലേ, മലങ്കര റീത്ത്, ആ മലങ്കര റീത്ത് സഭയിൽ നിന്നാണ് ഈ സത്യസുവിശേഷം അറിയുവാനിടയാക്കിയത്. അന്ന് എൻ്റെ കുഞ്ഞ് ചെറുപ്പകാലത്ത് ധ്യാനത്തിനൊക്കെ കൂടാറുണ്ട്. സിസ്റ്റർ അറിയാമല്ലോ, പോട്ട ധ്യാനത്തിനൊക്കെ ഞാൻ കൂടാറുണ്ട്. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും റിപ്ലൈ തരത്തില്ല. അങ്ങനെ ധ്യാനത്തിനൊക്കെ കൂടും. ചെറിയ കാലങ്ങളിലൊക്കെ ധ്യാനത്തിന് കൂടുമ്പോഴൊക്കെ യേശുവിനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാട്ടിൽ ഇഷ്ടമാണ് മാതാവിനെ. ഒരു കാലത്തും ആ ഒരു വിടുന്ന ഒരു പരിപാടി എനിക്കില്ല. ആരൊക്കെ എന്തെങ്കിലും സുവിശേഷമൊക്കെ പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഒരു ഇപ്പാപ്പനാണ് ആദ്യമായി വിശ്വാസത്തിൽ വന്നത്, പപ്പയുടെ അനിയൻ. പക്ഷേ സുവിശേഷം പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കാറില്ല. കാരണം ഈ മാതാവിനെ വിട്ടൊരു കളിയില്ല. അങ്ങനെ എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, നഴ്സിംഗ് കഴിഞ്ഞു. മീററ്റിലേക്ക് കടന്നു പോകാൻ എനിക്ക് ഒരു അവസരം. എൻ്റെ മാവിയുടെ മക്കൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മീററ്റിലേക്ക് പോകാൻ അവസരം കിട്ടി. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴേ എൻ്റെ മനസ്സിൽ ഞാൻ വെറുതെ ഈ ധ്യാനത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അന്ന് തന്നെ എനിക്ക് ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തിനൊക്കെ പോകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം പോലെ എനിക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പിട്ട് അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ടായിരുന്നു. ആ പുസ്തകം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ജസ്റ്റ് ഇങ്ങനെ വലിയ വിശ്വാസമില്ല, എന്നാൽ ചെറിയൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ചെല്ലുമ്പോൾ 2 ക്വസ്റ്റ്യനെ എന്നോട് ചോദിക്കാവൂ ഇന്റർവ്യൂവിന്. അത് പെട്ടെന്ന് അന്ന് തന്നെ എനിക്ക് എന്ന് വെച്ചാൽ അതിൽ തന്നെ എനിക്ക് സെലക്ഷൻ ആവണം. ഒത്തിരി ഹോസ്പിറ്റലൊന്നും എനിക്ക് കയറി നടക്കാൻ പേടിയാണ്, ഇന്റർവ്യൂവിന് പേടിയായതുകൊണ്ട്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ തന്നെ
അങ്ങനെ ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ 2 ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എനിക്ക് മെറിറ്റിൽ ജോലിയായി. ഹോസ്പിറ്റലിൽ ഒത്തിരി പുരാണ ഹോസ്പിറ്റലാണ്, നല്ല ഹോസ്പിറ്റലാണ്, ഓക്കെ. അവിടെ എന്നെ ജോലിയായി. അങ്ങനെ ഞാൻ അത്ഭുതങ്ങളുടെ സാക്ഷ്യം എന്നുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് ലില്ലി ആൻറ്റിക്ക് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവായ ഒരു കഥ അതിനകത്ത്, കഥയല്ല സോറി, ഒരു അനുഭവം. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആ ലില്ലി ആന്റിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആക്കിയല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ SSLC ബുക്കിലുണ്ട്. SSLC അല്ല, SSC എന്നുള്ള ഒരു കാലമാണ്. ആ ബുക്കിലുണ്ട് ബി നെഗറ്റീവ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ, അന്നേരം പിള്ളേരെല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോൾ പറയുമല്ലോ അന്നത്തെ കാലത്ത്, ആഹാ നിന്റെ ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണോ, ഒന്നാ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുണ്ടാകാൻ പറ്റത്തില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വലിയ ഏതൊക്കെയാണെന്ന് അന്നത്തെ കാലത്ത്, അറിവില്ലായ്മയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഗ്രൂപ്പ് എനിക്കൊന്നും മാറണമല്ലോ എന്ന്. അങ്ങനെ ചുമ്മാതല്ല, ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ്. എന്നിട്ട് പറഞ്ഞു, ആഹാ ഭയങ്കര വിശ്വാസമാണല്ലോ, ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പോസിറ്റീവായി, അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, എന്നാ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പം അത് പിന്നെയും പോസിറ്റീവ്. അങ്ങനെ എൻ്റെ SSLC ബുക്കിനകത്തുണ്ടല്ലോ ബി നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്നേ, ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് ബി എഴുതുമ്പോൾ നെഗറ്റീവ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അറിവിൽ അങ്ങനെ ചെയ്യരുത്, പക്ഷെ ഞാൻ എൻ്റെ അറിവിൽ അത് പ്ലസ് ഇട്ടിട്ട് ഈ ആക്കിയപ്പോൾ പോസിറ്റീവ്. അപ്പൊ ഞാൻ പോസിറ്റീവ് ആക്കിയല്ലോ എന്ന് സന്തോഷങ്ങൾ താഴോട്ട് നോക്കിയപ്പോൾ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് നെഗറ്റീവ്. അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കർത്താവ് ഇത് റെക്കോർഡിക്കലായിട്ടുള്ള ഒരു സാക്ഷ്യമാണല്ലോ. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു ചെറിയൊരു വിശ്വാസം എനിക്ക് അങ്ങനെ ഈ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന പുസ്തകം വായിച്ചിലൂടെ കിട്ടി. അങ്ങനെ അവിടെ ഓരോ ഡ്യൂട്ടിയിലൊക്കെ ഭയങ്കര ഇതാണെങ്കിലും, ഡ്യൂട്ടി പോകുന്ന സമയത്തും ഇഞ്ചക്ഷൻ്റെ സമയത്തും ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ ധൈര്യം, ഈ വിശ്വാസം ഒത്തിരി എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനിടയാക്കി. അങ്ങനെയാണ് റൂർക്കിയിൽ വെച്ച് PG അങ്കിളിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ പോയി. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനായിരിക്കുന്ന പുള്ളിക്കാരനാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് എല്ലാവരെയും കളക്ട് ചെയ്തും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ച് സിസ്റ്റർ യഹോവ സാക്ഷിക്കാരും ഹോസ്പിറ്റലിൽ സന്ദർശിക്കും, ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, സന്ദർശിക്കും. അവരുടെ മീറ്റിങ്ങിന് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾക്ക് റിക്ഷ പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിലും ഇങ്ങനെ അവരെയും കൊണ്ടുപോയി ഞങ്ങളെയും കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ റൂമിനടുത്ത് തന്നെ സിസ്റ്റർമാർ താമസിക്കുന്നുണ്ട് ബന്ധുക്കോസിലുള്ള. അപ്പോൾ അവരുടെ റൂമിൽ വരുമ്പോൾ പാസ്റ്റർ വരാറുണ്ട്, ജോർജ് വി ജോഷുവ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ. അങ്ങനെ അവിടെയും പോകും. പിന്നെ ഈ IETയുടെ ഇവാഞ്ചലിക്കൽ ടീം അവിടെയും പോകും. ഞായറാഴ്ച കുർബാനയ്ക്ക് കത്തോലിക്ക പള്ളിയിലും പോകും. ഇങ്ങനെയായി എനിക്ക് തന്നെ ഒരു മനസ്സിലാത്തൊരു അങ്കലാപ്പ്, ഇതെന്താണ് ശരി, ദൈവമേ യഹോവ സാക്ഷിക്കാർ കൊണ്ടുപോകുന്നു, ഇവര് പറയുന്നു. അവസാനം ഞാൻ കർത്താവിനോട് തന്നെ ചോദിച്ചു, കർത്താവേ സത്യം എന്താണെങ്കിൽ എനിക്ക് എന്നെ ആ സത്യത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പം യഹോവ സാക്ഷിക്കാർ ഓട്ടോമാറ്റിക്കലി മാറി, ഇങ്ങനെ മാറി സാക്ഷ്യം ഇതിലേക്ക് തന്നെ ദൈവം. എന്നിട്ടാണ് എനിക്ക് മാതാവില്ലാത്തൊരു കാര്യമില്ലല്ലോ, കാരണം മാതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു, ഇപ്പോഴും ബഹുമാനിക്കുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ ആ അളവില് എനിക്ക് അങ്ങ് എന്തോ അതങ്ങ് സ്പിരിറ്റാ ഭയങ്കര. അപ്പൊ ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് മാതാവിൻ്റെതായ എനിക്കൊന്നും ഇതിനകത്തില്ലല്ലോ, വചനം, അതുകൊണ്ട് എനിക്ക് വചനത്തിൽ തന്നെ കർത്താവിനെ കാണിച്ചു തരണം. അങ്ങനെയാണ് കാനാവിലെ കല്യാണത്തിൻ്റെ ആ സന്ദർഭം ഞാൻ ബൈബിളിൽ വായിച്ചപ്പം അതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നല്ലോ, കർത്താവ് മാതാവ് പറയുന്നു, ഇവൻ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളത് കൽപ്പിച്ചാൽ നിങ്ങൾ അതനുസരിക്കണമെന്ന്. അപ്പോഴാണ് കണ്ണു തുറന്നത്. ശരിയാണല്ലോ, ഞങ്ങളെ ഇങ്ങനെ വിശ്വാസത്തിലെല്ലാം പഠിപ്പിച്ചിരിക്കുന്ന കനാവിലെ കല്യാണത്തിന് അമ്മയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അമ്മ അങ്ങനെ ഭയങ്കര നമ്മളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുള്ള ഇതാണല്ലോ. അപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. ശരിയാണല്ലോ, മാതാവിന് അതുപോലെ ഒരത്ഭുതം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ മാതാവ് ചെയ്താൽ പോരായിരുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസം എന്നിൽ വർദ്ധിക്കാൻ തുടങ്ങി. ശരിയാണല്ലോ, ബൈബിളിൽ അപ്പൊ ഇതൊന്നും ഇല്ല, ശരിയാണല്ലോ ദൈവമേ, ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഈ സത്യം. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവ ശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. അങ്ങനെയൊക്കെ ഓരോ വചനങ്ങൾ ഇപ്പോഴും എനിക്ക് ബൈബിൾ അരച്ചു കുടിച്ചൊന്നും അറിയത്തില്ല, എന്നാൽ തന്നെ കേൾക്കുന്നതൊക്കെ അങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അങ്ങനെ PG അങ്കിളിൻ്റെ IETയിൽ ഇങ്ങനെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ എൻ്റെ മോള് അവിടെ വെച്ചാണ് വിവാഹം നടന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മോളുണ്ടായി. മോളുടെ കാര്യത്തിലും അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല.
മോളുടെ പ്രഗ്നൻസിയിൽ നാട്ടിലേക്ക് വന്നു, ഡെലിവറിക്ക് വന്നപ്പം കുഞ്ഞിനെ എന്ത് പേരിടണം മോള്, അന്നേരം എല്ലാം ഞാൻ അന്നേരം ബൈബിളിൽ ഇങ്ങനെ ആശ്രയിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വചനത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, വചനമുണ്ടോ, അങ്ങനെ വചനത്തിൽ കാണുന്ന ഒരു കുഞ്ഞിന്റെ പേര് വേണമല്ലോ എൻ്റെ മനസ്സിലാഗ്രഹം. പലരും പലതും ഇടുന്നു, പക്ഷെ ഞാൻ അങ്ങനെ അന്നിട്ട് നോക്കി ഫേബ, ഓക്കെ ഫേബയെന്ന് ഇടാം. ഫേബ എന്ന് പറയുമ്പോൾ ഷീബയ്ക്കും ചേരുന്നയാണോ, അവളുടെ ഡേറ്റ് ഫെബ്രുവരിയിലാണ്. അപ്പൊ അതുകൂടെ അങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഓക്കെ അതെ. അങ്ങനെ രണ്ടാമത്തെ പിന്നെ മോനുണ്ടായ സമയത്ത് പ്രഗ്നൻസിയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാരണങ്ങളാൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായപ്പോൾ എൻ്റെ മാഡം അവിടെ പറഞ്ഞു, ഉയർന്നിൽ പറഞ്ഞു ഇതിനെ അബോർഷൻ ചെയ്യണം. അപ്പൊ ഞാൻ അതിന്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവത്തെ നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ എന്തായാലും അബോർഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. ഇത്രയും ബ്ലീഡിങ് ആയതല്ലേ, എന്തായാലും അംഗവൈകല്യം ഒക്കെ കാണും. അങ്ങനെ ഓരോ മാസത്തിലെയും സ്കാനിങ്ങിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഇല്ല, അഭിത്തോ പതാ ചെന്നൈ ചലേക ആത്മീയ പതാ ചലേക എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. അങ്ങനെ ഡെലിവറി ആയ സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചു, ഇവൻ എന്തെങ്കിലും കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിനെ തന്നു. അവനും ഇതുപോലെ മോഹനാണല്ലോ, അവനും ഇങ്ങനെ പേരിടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ കർത്താവേ വചനത്തിലുള്ള ഒരു പേരായിരിക്കണം. അവൻ ജൂൺ മാസത്തിലാണ് ഉണ്ടായത്, അപ്പൊ അതിന് ജയ ആയിരിക്കണം. എൻ്റെ ഹസ്ബൻഡ് പേര് ജോൺ എന്നാണ്, അപ്പൊ അതിന് ജയ ആയിരിക്കണം. അങ്ങനെ എൻ്റെ മോളുടെ കൂട്ട് തന്നെ എൻ്റെ കൊണ്ട് ചേരണം. അങ്ങനെ നോക്കിയപ്പോഴും ജോഷുവ എന്നൊരു പേര്. ഓക്കെ. അങ്ങനെ മകളുടെ പേര് ഫേബ, മോന്റെ പേര് ജോഷുവ. അങ്ങനെ വിശ്വാസത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പണ്ടത്തെ നമ്മൾ ഡ്യൂട്ടി ചെയ്തൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ വിശ്വാസമില്ല. എന്നാലും സത്യം ഇതാണെന്ന് അറിഞ്ഞിങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ അവിടുന്ന് നമുക്ക് നാട്ടിലിങ്ങനെ വെക്കേഷൻ വരുമ്പം എവിടെയെങ്കിലും വീട് വേണമല്ലോ, കുടുംബമാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുടുംബം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളൊന്നും ഭാരപ്പെട്ടില്ല. എന്താ സാരമില്ല, നമുക്ക് എങ്ങനെയും ഒരു കുടുംബം, വസ്തുവും വീടും ഒക്കെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് HR അന്ന് നമ്മൾ തന്നെത്താനെ പോയി അവിടുന്ന് ഡൽഹിയിൽ. അപ്പം അന്നത്തെ എൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ കമലും മാലയും ഒക്കെ ഇട്ട് പണ്ടത്തെ കൂട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫോട്ടോയിൽ പാസ്പോർട്ടുണ്ട്. ഇതിലിങ്ങനെ പോയപ്പം എൻ്റെ കൂടെ 5 സിസ്റ്റേഴ്സാണ്, ഞങ്ങൾ സ്റ്റാഫാണ് വന്നത്. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഷീബ ഈ ഫോട്ടോയും ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അറിയത്തേ ഇല്ലല്ലോ, അപ്പൊ ചിലപ്പോൾ നിന്നെ അവർ റിജക്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞു സാരമില്ല, ദൈവം ഇത് വേണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ പോകണ്ടെന്ന് വെച്ചു. പക്ഷെ 5 പേര് പോയതിൽ ഞാൻ പറയട്ടെ, ദൈവം എന്നെ മാത്രം അവിടെ സൗദിയിലേക്കുള്ള അറ്റസ്റ്റേഷൻ, എൻ്റെ സർട്ടിഫിക്കറ്റിൽ മാത്രം എല്ലാ അറ്റസ്റ്റേഷൻ ചെയ്ത് എൻ്റെ കയ്യിൽ അവിടെ തരാനിടയായി, ഏജന്റ് മുഖാന്തരം പോകാതെ. അപ്പൊ ഞാൻ എൻ്റെ മഹിമ പറയുമല്ല. അങ്ങനെ ഞങ്ങൾ 5 പേര് പോയതിലും ദൈവം അവിടത്തേക്ക് അങ്ങനെ എന്നെ സൗദിക്ക്, ഞങ്ങൾ അങ്ങനെ വീട്ടിൻ്റെ സാഹചര്യമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ സൗദിയിൽ പോയി. വെറും 3 വർഷത്തേക്ക് വേണ്ടിയാണ് പോയത്. അന്ന് കോൺട്രാക്റ്റ് ആയിരുന്നു. അങ്ങനെ 2 വർഷം 3 വർഷത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അവിടെ എങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചു. കാരണം ജയിൽ പോലെ ഒരു വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെയാണ്. റൂമിൽ വന്നു കഴിഞ്ഞാൽ 4 ചുറ്റും മതിലും ജയിൽ പോലെ. ഇവിടെ എങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിശയകരമായിട്ട് ദൈവം കമ്പനിയിലെ എന്ന് വെച്ചാൽ കമ്പനി അണ്ടർ കമ്പനിയിലെ ഹോസ്പിറ്റലായിരുന്നു, അവരാണ് നടത്തുന്നത്. സഫാരി കമ്പനി എന്ന് പറയും. അങ്ങനെ 4-5 വർഷം കഴിഞ്ഞ് അങ്ങനെ 3 വർഷത്തേക്ക് പോയതാണെങ്കിലും നമുക്കറിയാം അന്നത്തെ സാലറി വളരെ കുറവാണല്ലോ. അങ്ങനെ സാലറി ഇങ്ങനെ ജോലി ചെയ്ത് 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അവിടെ സൗദി കൗൺസിൽ എക്സാം തുടങ്ങിയത്, പ്രോമെട്രിക്. അങ്ങനെ കമ്പ്യൂട്ടർ ഒരു വക പോലും അറിയത്തില്ല, വെറുതെ ഇങ്ങനെ പഠിച്ചുള്ള തിയറി അല്ലാതെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതല്ല, ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഏതായാലും എന്താ പറയുന്നത്, സൗദി കൗൺസിൽ എക്സാം എഴുതാൻ എങ്ങനെയോ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എന്തായാലും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സൗദി കൗൺസിൽ എക്സാം പാസ്സാകാനിടയായി. അങ്ങനെ ഞങ്ങൾ പാസ്സായ കുറേ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പാസ്സാകാത്തവരെല്ലാം നാട്ടിൽ വിട്ടു. അങ്ങനെ കുറേ ആളുകളെ എന്തായാലും മിനിസ്ട്രിയിലേക്ക് എടുത്തു, MOH. അങ്ങനെ അവിടെ നല്ല സാലറിയായി. നമ്മൾ എത്ര ഉണ്ടോ അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി. അങ്ങനെ ദൈവം അങ്ങനെ ഒരു സാലറിയിലൂടെ ദൈവം സഹായിച്ചു. അങ്ങനെ നാട്ടിൽ വന്നു.
അങ്ങനെ നാട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡ് വീട് ഇവിടെ രടൂര് പുള്ളിക്കടുത്താണ്. അങ്ങനെ എനിക്ക് ഈ ഏജ് അറിയത്തില്ല, ഷാരോൺ അറിയത്തില്ല, അങ്ങനെ ഒറ്റ ബന്ധുക്കോസ് സഭകളൊന്നും അറിയത്തില്ല. കാരണം 1 വർഷത്തെ പഴക്കമേ ഉള്ളൂ. കുഞ്ഞിനെ 1 വർഷമായപ്പോഴാണ് പ്രഗ്നന്റ് ആയപ്പോഴാണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ടിട്ട് തന്നെ 1 വർഷമായപ്പോൾ തന്നെ കുഞ്ഞിനൊരു വയസ്സായപ്പോൾ തന്നെ സൗദിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അതുകൊണ്ട് ഞായറാഴ്ചകളിൽ സമയം കിട്ടുമ്പോൾ ആരാധനയ്ക്ക് പോവും, ഡ്യൂട്ടി അനുസരിച്ച് പോവും, വരുമെന്നല്ലാതെ ബന്ധുക്കോസിലെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഓൾറെഡി ഞാൻ സ്നാനപ്പെട്ടത് IET-യിലാണ്, ഇന്ത്യൻ യുവാഞ്ചികൾ പിജിങ്ങളുടെ. അങ്ങനെ ഒരു സഭയും അറിയത്തില്ല. പിന്നെ അവിടെ ചെന്നതിന് ശേഷം പവർ വിഷൻ TV റൂമിലിരുന്ന് പവർ വിഷൻ ഒരു 3-4-5 വർഷത്തോളം പവർ വിഷന്റെ ഇതൊക്കെ കേട്ട് അങ്ങനെയാണ് അറിയുന്നത് തന്നെ ശാലാമുണ്ട്, ഇങ്ങനെ പല പല തട്ടുകളുണ്ടെന്ന് തന്നെ അറിയുന്നതാണ്. എനിക്ക് ഇപ്പോഴും അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ദൈവവചനം ദൈവകൽപ്പന കേട്ട് ആരനുസരിക്കുന്നു അവരിൽ തന്നെയാണ് അവരിൽ തന്നെ ആശ്രയിക്കുന്നില്ല, ആ ഒരു സഭ ആരായാലും അവരോട് ചേർന്ന് നിൽക്കണമെന്നുള്ളു. അങ്ങനെ ഞങ്ങൾ വെക്കേഷൻ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ എൻ്റെ ചേട്ടനാണ് ഒരു AG ഇങ്ങനെ അനന്തപ്പള്ളിയിൽ AG-യിൽ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരും പോവും. അങ്ങനെ പിന്നീട് നമുക്ക് വീട് വേണമല്ലോ എന്നെങ്കിലും ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് ഈ PG അങ്കിളിൻ്റെ ഒരു ആ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ മനസ്സിൽ ഇങ്ങനെ വെക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം പേര് പറഞ്ഞു, അതിൻ്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ജംഗ്ഷനടുത്തായിരിക്കണം, ചർച്ചിനടുത്തായിരിക്കണം, അപ്പുറം ഇപ്പുറം പെന്തക്കോസ്തുകാരായിരിക്കണം. കാരണം കൈയടിച്ച് പാടാനും ഒക്കെ ഉള്ള ഇതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം. 10 സെന്റ് സ്ഥലമായാലും മതി, കൊച്ചു വീടായാലും മതി, പക്ഷെ വീടിന്റെ ഫ്രണ്ടിലൂടെ ഒരു ഓട്ടോ എങ്കിലും വരണം. അങ്ങനെയൊക്കെ ഇങ്ങനെ നിർബന്ധം വെക്കുന്നു. പക്ഷെ ഓരോ വെക്കേഷന് വരുമ്പോഴും അഡ്വാൻസ് കൊടുക്കും, ഓരോ സ്ഥലത്ത് പോയി അഡ്വാൻസ് കൊടുക്കും. ഹസ്ബൻഡിന്റെ ഇവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ആ വീട് നല്ലതാ, ഈ സ്ഥലം നല്ലതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഞാൻ കൂടുതൽ പറയുന്നില്ല, എങ്ങനെയോ മാറേണ്ടി വരും. പക്ഷെ അങ്ങനെ ഈ ആനന്ദപ്പള്ളിക്ക് ചർച്ചിനടുത്ത്, ജംഗ്ഷനടുത്ത്, അപ്പുറം ഇപ്പുറം ബന്ധുക്കോസുകാര്, അങ്ങനെ എല്ലാം ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ അതിനനുസരിച്ച് ഒരു ചെറിയ വീടും സ്ഥലം കൂടെ വാങ്ങിക്കാൻ തന്നു. പിന്നീട് ഒരു പുതിയ വീട് വെച്ചു. അങ്ങനെ അവിടുത്തെ ജീവിതം അങ്ങനെ കഴിഞ്ഞാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വീടിന്റെ കടമൊക്കെ തീർന്നല്ലോ, എല്ലാം തീർന്നല്ലോ, നാട്ടിൽ പോയി നിന്നാൽ മതി, കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് വരത്തില്ലല്ലോ, അവര് +2 10ാം ക്ലാസ് ആകുന്നു, അതുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ നാട്ടിൽ വന്നു. കുഞ്ഞുങ്ങളെ പിന്നെ അടുത്ത സ്കൂളിലായി. ഹസ്ബൻഡ് പറഞ്ഞു ഒരാളുടെ സാലറി മതി. ഓക്കെ, ഞാൻ അനുസരിച്ചു. പുള്ളിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നമുക്ക് അനുസരിക്കണമല്ലോ. അങ്ങനെ അനുസരിച്ചു. അങ്ങനെ നാട്ടിൽ നിന്നിട്ട് ആളുകളെല്ലാം ചോദിക്കും, ഈ നാട്ടിൽ വന്നിട്ട് പോലും ഷീബയ്ക്ക് സമയമില്ലല്ലോ, അത്രയ്ക്കാ. പക്ഷെ നാട്ടിൽ വന്ന് എനിക്കൊരു വലിയ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആരാധനയ്ക്കും എല്ലാ കൂട്ടായ്മയ്ക്കും ഞാൻ അങ്ങനെ ഒരു പ്രത്യേക വെക്കത്തില്ല. എനിക്ക് എപ്പോൾ അവസരമുണ്ടോ അന്നേരം എല്ലാ കൂട്ടായ്മയ്ക്കും. കാരണം അവിടെയോ പറ്റിയില്ലല്ലോ. അവിടെ മൽഖർജിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സിസ്റ്റർമാരുമായിട്ട് നല്ല കൂട്ടായ്മ, നല്ല ബന്ധമാണ്. അങ്ങനെ അവിടെ കുറച്ചുനാൾ അന്ന് അങ്ങനെ പോയിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടും നല്ല സാന്ത്വനം. എന്തായാലും സൗദിക്കായിട്ട് നമുക്ക് സാന്ത്വനമാണല്ലോ നാട്ടിൽ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു നമ്മുടെ വീട്ടിൽ ആര് പ്രയർ വന്നോ വന്നില്ലെന്നോ അങ്ങനെയൊന്നും വെക്കത്തില്ല. എങ്ങനെ എവിടെയായാലും അങ്ങനെ ആരാധനയ്ക്കൊക്കെ അങ്ങനെ മുന്നേറിക്കൊണ്ട് കോവിഡിന്റെ സമയത്ത് 2ാമത്തെ വാക്സിൻ എടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഇത് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വരുന്നതിന് മുമ്പിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോള് എനിക്ക് ഹസ്ബൻഡിന്റെ ചേട്ടനെ, ഈ പുള്ളിയാണ് ഏറ്റവും വലിയത് അനിയന്. എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്മാരെ, പെങ്ങന്മാരെ, എൻ്റെ ആൾക്കാരെ, എനിക്ക് അങ്ങനെ ആരെയും ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണത്തില്ല. എനിക്ക് വചനത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം അങ്ങനെ തന്നെ ജീവിക്കണം എന്നൊരു ആഗ്രഹമാണ്. അയൽവക്കക്കാര്, ദേശം, സഭ എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് പറയുമല്ല, ഒരു വിധം എന്നാൽ കഴിവതും അങ്ങനെ. എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോക്ക് ദുബൈ വെച്ചിട്ട് ഒരു പറയാമല്ലോ, അതുകൂടെ പറയട്ടെ. എന്റെ സാക്ഷ്യത്തിന്റെ എല്ലാം പറഞ്ഞോ സിസ്റ്ററിന്റെ എല്ലാ അനുഭവങ്ങളും പറയാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എല്ലാം പറയാം. ഓക്കെ. അങ്ങനെ പെങ്ങളുടെ മകൾക്ക് അവിടെ വെച്ചിട്ട് അവള് BSc നേഴ്സ്, നല്ല മിടുക്കി കൊച്ചാണ്. പക്ഷെ അവിടെ അവൾക്കൊരു ഭ്രാന്ത് എന്ന് പറയാനും പറ്റത്തില്ല, എന്താ അവൾക്കൊരു ബാധ കൂടിയിട്ട് അവൾ 28 ദിവസം ഗൾഫിൽ ദുബൈ മൊത്തം അലഞ്ഞ് നടന്ന് ദീർഘം കയ്യിലിരുന്ന് മൊത്തം ചെലവാക്കി ടാക്സി വിളിച്ച് നടന്ന് ഭയങ്കര ഇതായി. എൻ്റെ ചേട്ടന്, 3ാമത്തെ ചേട്ടനും ചേട്ടത്തിയും മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അവരൊന്ന് വിചാരിച്ചെന്ന് ഞങ്ങളെന്ന് അവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടും അവളെ രാത്രി ബാത്റൂമിൽ കയറുന്നുണ്ട്. അവർക്കെതിരായിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഇവരെൻ്റെ ആൻറ്റി അങ്കിളും അല്ല, എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണെന്ന് വെച്ചാൽ അവിടെ ആ സുബോധമില്ലാത്തതിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി.
അങ്ങനെ അവർക്ക് ഒരു തരത്തിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് അവിടെ അവർ ഓർത്തഡോക്സ് ഫാമിലിയാണ്, എഴുകോൺ വീട്. അങ്ങനെ ഇവിടുന്ന് ആങ്ങളെ പോയി എങ്ങനെയൊക്കെയോ സാഹസ്യമായിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നു, എയർപോർട്ടിൽ കൊണ്ടുവന്നു തിരുവനന്തപുരം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു, അന്നേ ഹസ്ബൻഡ് ജീവനോടുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് അവളെ ഇവിടോട്ട് കൊണ്ടുവരാം. അപ്പം എൻ്റെ നാത്തൂനല്ലേ, എൻ്റെ ഹസ്ബൻഡ് പെങ്ങള് ഇതൊക്കെ കേട്ടിട്ട് ഒരു സൈഡ് സ്ട്രോക്കായി, ഈ ടെൻഷൻ കയറിയിട്ട്. അപ്പം പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഷീബ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ മോളെ നീ അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടോട്ട് കൊണ്ടുവന്നാൽ നാട്ടുകാരെല്ലാം അറിഞ്ഞ് പിന്നെ ആകെ വിഷമാവും, പിന്നെ അവളെ ഒരു പ്രാന്തിയായിട്ട് കാണുമല്ലോ, അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു കാറുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് പുതിയതായിട്ട് വാങ്ങിച്ചൊരു കാറാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് നേരം നമ്പരും ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു, നീ ഇതിനകത്തേക്ക് കയറാവൂ എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നോട്ട് വിളിച്ച് പറഞ്ഞു കൊടുത്തു. എയർപോർട്ടിൽ ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ എൻ്റെ അയൽവക്കത്തുള്ളൊരു മോനുമായിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഈ നമ്പർ കണ്ട KL26K, ഇത് കോഴിക്കോട് വണ്ടിയാണ്, ഞാൻ കയറത്തില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞു, ഇവർക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാ ഇവളെ വട്ടാക്കുന്നത് അങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് അവള് വേറെ ടാക്സി വിളിച്ച് കയറി. ഞങ്ങൾ അവളെ ഫോളോ ചെയ്ത്, ശരിക്കും പറഞ്ഞ ഒരു സിനിമാ നാടകം പോലൊക്കെ വേണമെങ്കിൽ എഴുതാം, അങ്ങനെ ഒരു കഥ. അങ്ങനെ അവളുടെ പുറകെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തു. പക്ഷെ അവള് കൊട്ടാരക്കര വന്നപ്പം പൈസ ദീർഘം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടിട്ട് അവൾ വണ്ടിയിൽ കയറി. ആ വണ്ടിയിൽ ഞങ്ങൾ പുറകെ ചെയ്തു. അവരുടെ വീട്ടിൽ പോകരുതെന്ന് തന്നെ എൻ്റെ നാഥൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചിട്ട്, പക്ഷെ അവൾ കേട്ടില്ല. അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവമേ അവരുടെ വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥ എങ്ങനെയാണ്. എങ്കിൽ പോലും അവള് ടാക്സി വേറെ വണ്ടി വിളിച്ചു അവരുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ എന്തായാലും ദൈവകൃപയാൽ ആരും പരിസരത്ത് ആരും കണ്ടില്ല. അവള് കയറിയിട്ട് അവരുടെ പപ്പയോട് പറഞ്ഞു, പപ്പ വണ്ടി എടുക്കുന്ന, എനിക്ക് നെടുമ്പായിക്കുളം അച്ഛൻ്റെ അടുത്ത് പോകണം, നമ്മുടെ ഓർത്തഡോക്സ് അച്ഛൻ്റെ അടുത്ത് പോകണം, എൻ്റെ തലയെ കൈവെക്കണം. അങ്ങനെ ദുബായിലും കുറെ കത്തോലിക്ക പള്ളിയിലും ഒക്കെ പോയി ഇങ്ങനെ കുരിശും കൊന്തയൊക്കെ വെച്ചിട്ടൊക്കെ ഇതിനും സുഖമൊന്നും ആയില്ല. അങ്ങനെ നെടുമ്പായിക്കുളം അച്ഛൻ്റെ അടുത്ത് നിന്നപ്പോൾ അച്ഛൻ പേടിച്ചു പോയി, ഇങ്ങനെ ഒരു ആളെ കണ്ടിട്ട്. അപ്പം എന്തായാലും കുരിശൊക്കെ വെച്ച് ഇങ്ങനെ വീട്ടിൽ എന്തോ പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ വിട്ടു. അപ്പം പറഞ്ഞു, എനിക്ക് കുഴപ്പമായൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ. എന്നോടൊക്കെ പറഞ്ഞു, ചാച്ചിന്ന് തന്നെ വിളിക്കുന്നത്. മറ്റുള്ളവരെന്നെ ചേട്ടൻ്റെ മക്കളെല്ലാം ചാച്ചിന്ന് അവരെല്ലാം ഡൽഹി സെറ്റിലാണല്ലോ. അങ്ങനെ ഇവരും ചാച്ചി പോയിക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു മനസ്സിൽ ഇതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ പോലെ അല്ലേ ഇവളിങ്ങനെ ഭ്രാന്തിയായിട്ട് നടന്നല്ല. അപ്പം പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ദുബൈയിൽ നിന്ന് വരുന്നതിന് ഇവിടെ എല്ലാവരും 5 ഹോസ്പിറ്റലിൽ ഞങ്ങൾ അന്വേഷിച്ചു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, മെൻ്റലി പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഡോക്ടർമാരൊന്ന് നോക്കണം എന്നെല്ലാം 5 ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു വിട്ടിട്ട് എല്ലായിടം ചെന്ന് നോക്കിയിട്ടും അവരെല്ലാം പറഞ്ഞു ക്വാറന്റൈനിൽ ഇരുന്ന് 7 ദിവസം ഇരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എന്നാൽ വീട്ടിൽ കൊണ്ടുപോയി 7 ദിവസം ഇരുന്നിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. ഹോസ്പിറ്റലിൽ പറ്റിയുള്ള കൊട്ടിയത്തുള്ള ഡോക്ടേഴ്സിനെ കൂടെയൊക്കെ ഇവൻ്റെ ആങ്ങളെ സംസാരിച്ചും പറഞ്ഞു, ഷോക്ക് അടുപ്പിക്കാതെ ഒരു മാർഗവും ഇല്ല, ഇങ്ങനെയുള്ള കേസുകൾ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ എന്തെങ്കിലും ഇത് ചെയ്യും, സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആങ്ങളയ്ക്കും ദേഷ്യമായി, അനൂപ് ആങ്ങളയ്ക്കും ദേഷ്യമായി എന്ന് പറഞ്ഞു, ചാച്ചി ഇങ്ങനെ ഇത്രയും നേരം നോക്കിയിരിക്കേണ്ട കാര്യമില്ല, 4 മണിക്ക് വന്നേലും നിങ്ങൾ പോയിക്കോ, അവൾ ചാകുന്നെങ്കിൽ ചാകട്ടെ അല്ലെങ്കിൽ ആകട്ടെ, എത്ര നാളുകൊണ്ട് ഇങ്ങനെ 10-28 ദിവസം കൊണ്ട് ഡ്രാമ കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മനസ്സോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോരാലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കുറവുണ്ടെന്ന് പറഞ്ഞവള് അന്നേരം ഒരു ബഹളം അവിടെ വെച്ചു, അവരുടെ വീട്ടിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ മരിച്ചു, ദൈവമേ കുറഞ്ഞിട്ടില്ല, അച്ഛൻ കുരിശ് വെച്ചിട്ടും കുറഞ്ഞില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ നോർമൽ പോലെയായി. അന്നേരം ചാടി കയറി ഞങ്ങളുടെ വണ്ടിയിൽ കയറി. അപ്പം ഈ സ്ട്രോക്ക് വന്ന ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഒരുവിധം സൗഖ്യമായെങ്കിലും അത്ര സ്റ്റേബിൾ അല്ല. നാത്തൂനും മോനെയും കൂടെ ഞാൻ കയറ്റിയ, കാരണം അവരെ അറിയണമല്ലോ, ഈ എന്താ സൗഖ്യം കാണുന്നെങ്കിൽ അറിയണമല്ലോ എന്നുകൊണ്ട് അവരിവിടെ കയറി. ഇവളെന്തായാലും വണ്ടി കയറി ഉടനെ ഉറങ്ങി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വണ്ടി നിർത്തി ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ കയറത്തില്ല, ഉണന്നിട്ട് പറഞ്ഞു, ഇത് ആരെന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ എന്ത് സ്ഥലം ഇത്, നേരത്തെ എൻ്റെ സ്ഥലം കണ്ടോളേ, പക്ഷെ പറഞ്ഞു ഇത് ഏത് സ്ഥലം, ഇത് എന്ത് സ്ഥലം, ഇവിടെ എനിക്ക് കയറാൻ പറ്റുന്നില്ല, ഇവിടെ എനിക്ക് കയറാം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തായാലും ഇത് ഭൂതബാധിത തന്നെ, ഭൂതം ബാധിച്ച അങ്ങനെയുള്ളതാണ്, അല്ല മെന്റലി അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചെങ്കിലും പാസ്റ്റർ പറഞ്ഞു ക്വാറന്റൈൻ ഇല്ലേ പിന്നെയെന്ന് വെച്ചപ്പം അങ്ങനെ ഞാൻ പിന്നെ അടുത്ത വേറൊരു പാസ്റ്ററിനെ വിളിച്ചു. അടുത്തുള്ള അവര് പാസ്റ്റർ മാമയും കൂടെ 10 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയുമായി ഇവിടെ വന്നു. ഇവളോട് പറഞ്ഞ് അകത്ത് കയറാൻ പറഞ്ഞു. അവള് കുറെ ആർഗ്യമൊക്കെ ചെയ്തു, പക്ഷെ എന്തായാലും അകത്ത് കയറി. അങ്ങനെ ആ ദിവസം ഞങ്ങൾ ശരിക്കും ശക്തമായിട്ട് അവളെ പ്രാർത്ഥിച്ചു.
എന്തായാലും 7 ദിവസം കഴിഞ്ഞിട്ടല്ലേ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. പക്ഷെ അവൾ ഒരു തരത്തിലും ഇരിക്കത്തില്ല. താഴെ പോകുന്നു, മേളിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ എന്നുമായിട്ട് ആർഗ്യൂ ചെയ്തു. എന്നെയായിട്ട് ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷെ അവളുടെ അതുകൊണ്ട് ഒത്തിരി ഇത് ചെയ്തു. അങ്ങനെ 2ാമത്തെ ദിവസം നല്ല ശക്തമായിട്ട് പ്രാർത്ഥിച്ച ഒരു ദേവദാസനും വന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തു. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എഴുത്തേക്ക് ഇവള് സെറ്റിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ശക്തി പോയി, എൻ്റെ ശക്തി പോയി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവളെന്തായാലും ഇവൾക്ക് ഭൂതം. എന്നിട്ട് അവൾ പറയണ്ടേ, 7 പേരെന്നെ കൊല്ലാൻ നിൽക്കുന്നു, പട്ടി ചത്ത മണം വരുന്നു, കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു. പിന്നെ അങ്ങനെ ദൈവത്തിന്റെ കരുണയാല് ഷോക്ക് അടിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നവളെ പ്രാർത്ഥിച്ച് എന്തായാലും അവള് നോർമലി ആയി. 2 ദിവസം കൊണ്ട് അവൾ കംപ്ലീറ്റ്ലി നോർമലായി. കുഞ്ഞിനെ കെയർ ചെയ്യാൻ തുടങ്ങി. അമ്മ അതിന് മുമ്പിട്ടല്ല കുഞ്ഞിനെ കണ്ട, ഇത് ഏത് കുഞ്ഞ്, സമോലയിലെ കുഞ്ഞ്, അങ്ങനെയൊക്കെ ഉൾട്ടൊക്കെ ചോദിച്ചോളാം. കല്യാണം കഴിഞ്ഞതായിരുന്നോ? കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. 29 വയസ്സേ ഉള്ളായിരുന്നു. അങ്ങനെ ഉൾട്ടയൊക്കെ പറഞ്ഞെങ്കിലും പിന്നത് മുതൽ അവളെ നോർമലി ആയി. അങ്ങനെ അവരുടെ വീട്ടുകാർ ഇപ്പോഴും അവർക്ക് മെന്റലാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സിന്റെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവം അതിനൊക്കെ മറുപടി തരും. അങ്ങനെ അവൾക്ക് ആ വിശ്വാസം ഞങ്ങളിങ്ങനെ വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യരാലും രക്ഷപ്പെടാനും ഒരു മനുഷ്യരാലും ഈ വിശ്വാസത്തിൽ വരാത്ത കടുംപിടുത്തം പിടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് ഒതുക്കിയെങ്കിൽ നിന്നെയും ദൈവം ഈ വഴി കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർക്കൊക്കെ മനസ്സിലായി, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ കൊണ്ടുപോയി വേറെ എങ്ങും കൊണ്ടുപോകാതെ അവൾ പരിപൂർണ്ണ സൗഖ്യമായി അവൾ തിരിച്ചു പോയി. 2-3 മാസം വീട്ടിൽ നിന്ന് കുഞ്ഞിൻ്റെ കൂടെ നിന്ന് വീട്ടിൽ തിരിച്ചു പോയി. ഇപ്പം ദുബൈയിൽ ജോലി ചെയ്യുന്നു. അവൾ അവിടെ, ഞാൻ പറഞ്ഞു ആരാധനയ്ക്ക് പോകണം, നമ്മുടെ ബൈബിൾ വചനം വായിക്കണം, എന്നാലേ ഉള്ളൂ. എനിക്കിപ്പോഴും ഓർത്തഡോക്സ് കത്തോലിക്കരുമായിട്ട് യാതൊരു വിരോധം ഒന്നുമില്ല. പക്ഷെ ഈ രൂപങ്ങൾ മാറ്റി ഈ സത്യ ബൈബിളിൽ എഴുതിയേക്കുന്ന പോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുന്നു പറഞ്ഞ പോലെ വിശ്വാസത്തിൽ ഏറ്റു പറഞ്ഞ് സ്നാനപ്പെട്ടതിന് പിന്നെ അവരവിടെ നിന്നോട്ടെ. ആ ഒരു കാര്യം അവർ നടത്തത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ അവരുമായിട്ട് യാതൊരു വ്യത്യാസവും കെറിവുകളും ഒന്നുമില്ല നമുക്ക്. കാരണം സത്യം ഏതാണ് ചെയ്യേണ്ടുന്നത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവരൊക്കെ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ എന്തായാലും അവൾ അറിഞ്ഞു, അവിടെ സ്നാനപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുന്നു. എൻ്റെ കഴിവും എടുക്കുമൊന്നുമല്ല, എന്നാൽ ദൈവം അവിടെ വലിയ കരുണ ചെയ്തു. അങ്ങനെ അവൾ ഇപ്പൊ നോർമലായി. ഈ വിശ്വാസം അവൾ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുടുംബമായിട്ടാണോ? ഇപ്പം കുടുംബമായിട്ടല്ല, അവര് പിണങ്ങി നിൽക്കുവാണ്. കാരണം അവർക്ക് ഈ മെന്റലി എന്നുള്ളത് മാറി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞു, ഇവിടെ വിളിച്ചവരെല്ലാരും പറഞ്ഞു ഇപ്പൊ അവൾക്ക് കുഴപ്പമില്ലല്ലോ, അവള് ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് എന്തോ, ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല, ദൈവത്തിൽ ഫലമേൽപ്പിക്കുക, സകലവും ദൈവത്തിന് നിവർത്തിപ്പാക്കാൻ കഴിയും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പുള്ളിയുടെ ആ തീരുമാനത്തിൽ എന്തായാലും ഇങ്ങനെയാക്കി. പിന്നെ ഞാൻ അത് കഴിയുമ്പോഴാണ് ഈ കോവിഡ് മൂർച്ഛിച്ച് വന്ന പുള്ളി സെക്കൻഡ് വാക്സിൻ അവിടെ എടുത്ത്, അരാംകോ കമ്പനിയിലായിരുന്നു, അവർക്ക് അവിടെ എടുത്തില്ലാതെ അവിടെ ഡ്യൂട്ടിയിൽ ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ വാക്സിൻ എടുത്തതിന് ശേഷം BP കൂടി, സ്യൂട്ടബിൾ ആകാതെ BP കൂടി ബ്രെയിൻ ഹെമറേജ് ആയി, സ്ട്രോക്കായി. അങ്ങനെ 45 ദിവസം വെന്റിലേറ്റർ കടന്നു. ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു, അടക്കമൊക്കെ ചെയ്തു. അങ്ങനെ വലിയ എന്താ പറയുക, ഇപ്പൊ കാണുന്ന പോലെ ഒരു വലിയ ദുഃഖം ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു 5% നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിലും ഇത്രത്തോളം എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്ത, വർണ്ണിപ്പാൻ കഴിയാത്ത നന്മകൾ ചെയ്ത ദൈവത്തെ ഒരിക്കലും വിട്ടുപോകാനും കഴിയില്ലല്ലോ. അതുപോലെ ആത്മബന്ധം, ആത്മസ്നേഹം ദൈവത്തോടായി കുഞ്ഞുങ്ങളെയൊക്കെ അതുപോലെ വളർത്താന് ദൈവം സഹായിച്ചു. 4 വർഷം മോള് BSc നഴ്സിങ്ങിന് കഴിഞ്ഞു. അത് തന്നെ OET ഇവിടെ മാവേലിക്കരെ കൊണ്ട് ചേർത്ത് 3ാമത്തെ ദിവസമാണ് എനിക്കിങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഞാൻ കാരണം ഓരോ ഞായറാഴ്ച പോലും സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ഞാൻ വിവരം കൂടുതലുണ്ടായിട്ടൊന്നുമല്ല, പാസ്റ്റർ പറയുമ്പോൾ വന്ന് നമുക്കൊരു വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ ഇവിടെ നാട്ടിലൊന്നും ജോലിക്ക് പോകാൻ ഹസ്ബൻഡ് പറഞ്ഞു എങ്ങും പോകണ്ട, നാട്ടിൽ ചെന്ന് എന്ന് വെച്ചാൽ മതി, ഉള്ളത് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ സൺഡേ സ്കൂളിലൊക്കെ പോവുകയും എല്ലാ ആരാധനയ്ക്ക് പോവുകയും. എനിക്ക് സമയമില്ല, ഓരോ ചേട്ടൻ്റെ വീട്ടിൽ പോകും, ചേട്ടത്തിയുടെ വീട്ടിൽ പോകും, അങ്ങനെ ഓരോരോ പ്രോഗ്രാമുകൾ. അങ്ങനെ ഒരു ആരാധന മുടക്കത്തില്ല. 2023 ഞാനൊന്ന് പറഞ്ഞോട്ടെ, 2023 ഫസ്റ്റ് ജനുവരി ആദ്യ ആഴ്ചയിലാണ് ഒരു പാസ്റ്റർ ഞങ്ങളുടെ അടുത്ത് വന്നായിരുന്നു. KN
സക്കറിയ പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ കോട്ടയത്ത് നിന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, പാസ്റ്ററിന് ഓർമ്മയില്ല, പക്ഷെ ദൂത് പറഞ്ഞ ഭയങ്കര ഓർമ്മയുണ്ട്. പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ഇന്ന് ആരുടെയും തലയെ കൈ വെക്കത്തില്ല, ആരുടെയും തലയെ കൈ വെച്ചത് പരിശുദ്ധാത്മ പറഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആരാധന എല്ലാം കഴിഞ്ഞ് ആരുടെയും തലയെ കൈ വെക്കുന്നില്ല, എനിക്ക് അങ്ങനെ കൈ വെക്കണോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു, ദൈവം ഇന്നത്തെ ആരാധന എല്ലാം കഴിഞ്ഞല്ലോ, ആരുടെയും തലയെ കൈ വെക്കുന്നില്ല. അങ്ങനെ പറയും, എൻ്റെ തലയിൽ വന്ന് കൈ വെച്ചിട്ട് പറഞ്ഞു, നീ ഒരു അടയാളമാണെന്ന് പറഞ്ഞു. അത് പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞു. 2023 ജനുവരി 1 വീക്കിലെ എന്തെയോ പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ 2023 ഡിസംബർ ആയപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വെറുതെ ജസ്റ്റ് ഒരു തോട്ട് ഇങ്ങനെ പോയി, ഒരു ചിന്ത ഇങ്ങനെ പോയി, നീ ഒരു അടയാളമാവെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ ഞാൻ ഒരാളെ വിട്ട് ആയില്ലല്ലോ, അങ്ങനെ ആയല്ലോ എന്ന് ചിന്തിച്ചതേ ഉള്ളൂ. അന്ന് 2023 ഡിസംബറിലെ 9-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഒരു ഞായറാഴ്ചയിൽ രാവിലെ ഞാനിങ്ങനെ രാവിലെ എനിക്ക് ഫോൺ ഓഫ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എന്നെ ഫോൺ പിന്നെ തുറക്കത്തില്ല. കുളിയും കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയപ്പോൾ എൻ്റെ ചേട്ടത്തിയമ്മ, 3ാമത്തെ ചേട്ടത്തിയമ്മ, ചേട്ടൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഷീബ എന്നെ അത്യാവശ്യമായിട്ടും എന്നെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം, നീ ഒന്ന് വരുമോ, നീ സൺഡേ സ്കൂളിനും ആരാധനയ്ക്കും പോയി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ എൻ്റെ ചേട്ടത്തിയമ്മയ്ക്ക് ശ്വാസം മുട്ടല്, ബ്രോങ്കൈറ്റിസ് ആയിരുന്നു, പക്ഷെ നമുക്കന്നേരം അറിയത്തില്ലല്ലോ, ശ്വാസം മുട്ടലാണ്, എന്നെയും വിളിക്കുന്നു, അതുകൊണ്ട് പാസ്റ്റർ എനിക്കൊന്ന് അവരെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യുന്നത്? പിന്നെ സാരമില്ല ഷീബ, എന്നും വരുന്നതല്ലേ, ഒരു ആശുപത്രി കേസല്ലേ, ഒന്നാമത് അവര് നമ്മുടെ ഇത് കണ്ടു വേണമല്ലോ, നമ്മുടെ ഇത് കണ്ട് അവർക്കെല്ലാം അറിയാം വേണമല്ലോ ഇത് നമ്മുടെ ഇതിലോട്ടൊന്ന് വരാൻ. അങ്ങനെ ഞാൻ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും എപ്പോഴായാലും അങ്ങനെ ഇടം വലം നോക്കിയോ അല്ലത് നോക്കാതെ എല്ലാവരുടെയും ഒരു സഹായ മനസ്ഥിതി എനിക്ക് ഉള്ളത് കൊണ്ട്, ദൈവം തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ചേട്ടത്തിയമ്മ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ആക്കി തിരിച്ചിവിടെ വന്നു. വന്നതിൻ്റെ ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു, മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച കല്യാണം ആയതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പ്രാർത്ഥന നടക്കും. എന്നെ വിളിച്ചു പറഞ്ഞു, ഷീബ നീ ഇങ്ങോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ചൊവ്വാഴ്ച പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ വരാൻ പറ്റത്തില്ല, തിങ്കളാഴ്ച വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടത്തിയമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിൻ്റെ പിറ്റേന്ന് വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് കാവേരി ബസ് ആനന്ദപ്പള്ളിക്ക് അടുത്ത്, എൻ്റെ സ്ഥലത്തിനടുത്ത് ആകാരം. അപ്പൊ അന്നേരം ഞാൻ സാധാരണ വലിയ ഇതൊന്നും കാണിക്കാറില്ല, സാധാരണ ചെറിയ റൂട്ടിൽ കൂടെ പോയി ഒക്കെ വരത്തുള്ളൂ. അതിലേ കൂടെ വരുന്ന വഴിക്ക് അമ്മ എന്നോട് പറഞ്ഞു, ആനന്ദപ്പള്ളി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ പാലും മീനും ഇടില്ലല്ലോ, നീ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞാണല്ലോ എന്ന് അതുവഴി വരാൻ വേണം തിരിച്ചു വന്ന വഴിക്കണം. എനിക്ക് ഓർമ്മയൊന്നുമില്ല, ബസ്സിനെ കണ്ടതായിട്ട് യാതൊരു ഓർമ്മയില്ല. ബസ് എന്നെ ഇടിച്ച് തെറിപ്പിച്ച് എന്നെ ഒരു കുഴിയിലേക്ക് എടുത്ത് കളഞ്ഞെന്ന് പറയാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത് എങ്ങനെയാണ്. അങ്ങനെ എന്നെ എടുത്തു കഴിഞ്ഞു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഓടിക്കളഞ്ഞ് ഇന്ന ആള് തട്ടിപ്പോയെന്ന് പറഞ്ഞു, ഓടിക്കളഞ്ഞു. എന്നിട്ട് അതിലെ പാസഞ്ചേഴ്സ്, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരിങ്ങനെ ഇറങ്ങി വെളിയിൽ എല്ലാവരും കൂടെ നോക്കി നിൽക്കുമ്പോൾ ഒത്തിരിയും കൈ കാണാതെ വരുന്ന ബസ്സുകൾ വണ്ടികളെയൊക്കെ കൈ കാണിച്ചിട്ടും ആരും നിർത്താതെ പോയപ്പം 2 പിള്ളേർ കൊല്ലത്തുനിന്ന് പത്തനംതിട്ടയ്ക്ക് പോയി തിരിച്ചു വന്ന 2 കൊച്ചുങ്ങള് ഈ ആക്സിഡന്റ് കേസ് കണ്ടിട്ട് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും കൊണ്ടുപോയില്ലെങ്കിലും ഈ പുള്ളിക്കാരത്തെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് ബോധമില്ല, ഒന്നുമില്ല, പക്ഷെ അവരെന്നെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം ഞാൻ പറയുവാണ്. അവരെന്നെ വന്ന് പൊക്കിയെടുക്കുമ്പോൾ ഞാൻ പറയാണ്, എൻ്റെ സ്കൂട്ടിയിൽ എൻ്റെ ഫോണുണ്ട്, ഫോണിൻ്റെ ലോക്ക് ഇതാണ്, എൻ്റെ മകൻ ജോഷുവ, മകൾ ഫേബ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞെന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എൻ്റെ സ്കൂട്ടിയിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ലോക്ക് മാറ്റി മോളെ വിളിച്ചപ്പോൾ പാനിക്കാവുമല്ലോ, അതുകൊണ്ട് മോനെ വിളിച്ച് പറഞ്ഞു, മമ്മിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി, ഇങ്ങനെ ഇരിക്കുന്നു, ആക്സിഡന്റ് പറ്റി ആരെങ്കിലും അറിയിക്കാൻ പറഞ്ഞു. മോന് പിന്നെ പെട്ടെന്ന് എല്ലാവരെയും ചർച്ചിലുള്ള എല്ലാവരെയും അറിയിച്ചു. അപ്പം പാസ്റ്റർ മോളും ഒക്കെ അടൂര് തന്നെ ഓൾറെഡി ഉണ്ട്. എന്നെ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എൻ്റെ മൂക്കിൽ കൂടെയും ചെവി കൂടെയൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. ഇവിടെ നല്ലൊരു അടി കിട്ടി. അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇപ്പോഴും എൻ്റെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, സ്റ്റേബിൾ അത്ര ആയിട്ടില്ല. എങ്കിലും അന്നേരം എനിക്ക് എന്നെ എവിടെ വെച്ചാ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഇവർക്കെല്ലാം വന്നവർക്കെല്ലാം ഭയങ്കര വിഷമമായി പോയി. കാരണം ഞാൻ ഒരു ശ്വാസവും ഇല്ല അനക്കവും ഇല്ലാതെ കിടക്കുന്ന ജനറൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് അല്ലേ, അതുകൊണ്ടാകാനല്ലോ. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പുള്ളിക്കാരി ഞങ്ങൾ എവിടെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, KM ചെറിയാൻ ഹോസ്പിറ്റലിലെ ചെങ്ങന്നൂര് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം തന്നെ
ട്രാൻസ്ഫർ ചെയ്തു. ആംബുലൻസിൽ പോകുന്ന വഴിയാണോ ICUവിൽ വെച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ദർശനം കാണുകയാണ്. ഞാൻ അന്നേരം എൻ്റെ കൂട്ടത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്, ബീന എന്ന് പറഞ്ഞ സിസ്റ്റർ, ബീനായും എൻ്റെ ചേച്ചി ഷീല, അവരും എല്ലാം ആംബുലൻസ് ഇരുന്നിട്ട് എൻ്റെ ദേഹത്ത് കൈ വെച്ചപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഒരനക്കവും ഇല്ല. മൂക്കി കൂടെയും ചെവി കൂടെയൊക്കെ ബ്ലഡും തലയിൽ നിന്ന് ബ്ലഡും എല്ലാം വരുന്നു. എനിക്ക് അനക്കവും ഇല്ല, ഞാൻ തണുത്ത് മരവിച്ചെന്ന് അവർ പറയുന്നു. അങ്ങനെ ഞാൻ ഇത് ദർശനം കാണുവാണ്. ഞാനിങ്ങനെ പറന്ന് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ പറന്ന് അങ്ങോട്ട് ചെന്ന് നിൽക്കുന്ന വിശുദ്ധന്മാരുടെ ഇടയിലോട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കും. ഞാൻ നല്ല ഹാപ്പിയായിട്ട് അങ്ങോട്ട് ചെന്ന് നിന്ന ഉടനെ അവര് എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ചോദിക്കുന്നു, അയ്യോ എന്തിനാ ഇപ്പോഴേ വന്നേ, ഇപ്പോഴേ വരണ്ട, പൊയ്ക്കോ എന്ന് പറയുന്നു. അന്നേരം എനിക്കൊരു വിഷമമായി. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ വിടുവാണോ എന്നുള്ളൊരു, ഞാൻ പക്ഷെ ഹാപ്പി. ഇങ്ങനെ പറഞ്ഞു വേണ്ട, ഇപ്പോഴേ വരണ്ട, അങ്ങോട്ട് നോക്കാം, എൻ്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞു അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഞാനിങ്ങനെ നോക്കിയതും കറക്റ്റ് വ്യക്തമായി ഞാൻ കാണുകയാണ് വലിയൊരു പാറ, മയിൽക്കുറ്റി പോലെ ഒരു സ്ഥലമല്ല, വയൽക്കുറ്റി പോലെ ഇതിനകത്ത് പാറയ്ക്കകത്ത് വലുതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വചനം ഞാൻ കാണുകയാണ്. ശരിക്കും ഞാൻ അന്നേരം കഴിയുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. ഞാനത് കണ്ടിട്ട് ഞാൻ ICUവിലേക്ക് തിരിച്ചു വന്നു, ആംബുലൻസിനകത്ത് തിരിച്ചു വന്നു, എന്തോ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇത് വ്യക്തമായിട്ട് കണ്ടു. ഇപ്പോഴേ വരണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചപ്പം ഈ വചനം എന്നെ കാണിച്ചു. പാറ, ഞാൻ അന്നേരം വിചാരിക്കുന്ന ആ പാറ ആകുന്ന മാഞ്ഞു പോകാത്ത ഒരു സ്ഥലത്ത് പാറയിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും നമുക്ക് വിശ്വസിക്കാമെന്നും ആശ്രയിക്കാവുന്ന ഒരു വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മറ്റാരേക്കാളും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിന്റെ നടുവിൽ പരിഹരിക്കാൻ പറ്റിയ ഒരു കർത്താവ്, പരിഹാരം തരാൻ പറ്റിയ ഒരു കഴിവ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോളെ എക്സാം കഴിഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് അറിയത്തില്ല, സർട്ടിഫിക്കറ്റ് പോലും കിട്ടാതെ OET എക്സാമിന് പിള്ളേരുടെ എല്ലാം നിർബന്ധം കൊണ്ട് മാവേലിക്കര കൂട്ടി ചേർത്തതിൻ്റെ 3ാമത്തെ ദിവസമാണ് എനിക്കിങ്ങനെ ആക്സിഡന്റ് ആയത്. മോളെ അവിടുന്ന് പിന്നെ വിളിച്ചിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ 2 മാസം ഇങ്ങനെ നിന്നു. അങ്ങനെ OET എക്സാം വേണ്ടിയിട്ട് അവൾക്ക് ഒന്നും അങ്ങനെ പഠിച്ചത്രയും ഇതായില്ല. എന്നെങ്കിൽ പോലും എൻ്റെ ചേട്ടൻ്റെ മോള് എറണാകുളത്തുണ്ട്, അവര് കൊണ്ടുപോയി അവളെ എക്സാം എഴുതിപ്പിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ OETയും പാസ്സായി. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ, ABSCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പുണ്ട്. അങ്ങനെ അങ്ങനെ ഇത് പറയുമല്ല, പക്ഷെ ദൈവം എവിടൊക്കെ നമ്മളെ കരുതാം അവിടെല്ലാം കരുതി. മോനിപ്പം 3rd ഇയർ 6ാമത്തെ സെമ്മിന്റെ എഞ്ചിനീയറിംഗിന്റെ ഇന്ന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കാനും ഏതൊരു സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനല്ലാതെ വേറൊരു കാര്യത്തിലും ദൈവാശ്രയമല്ലാതെ ഇത്രത്തോളം കരുതിയ ദൈവത്തെ ഞാനിങ്ങനെ എൻ്റെ ആയുസ് എനിക്ക് ഇങ്ങനെ തിരിച്ചത്. പിന്നെ 2-3 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കടന്നു, ICUവിൽ കടന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മയില്ല, ഹോസ്പിറ്റലിൽ കടന്നതേ ഓർമ്മയില്ല. 2ാമത് ചെക്കപ്പിന് പോയി തുടങ്ങിയപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ ഞാൻ വന്നു എന്ന് തന്നെ അറിയുന്നത്, അല്ലാതെ എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ കുറേശ്ശെ ഗ്രാജുവലി സൗഖ്യം തന്നുകൊണ്ടേ ദൈവം ഇരിക്കുന്നു. കൈയും കാലും പരപ്രേരണ കൂടാതെ ഉയർത്തുന്ന ഒരു കരമാണ് ഞാൻ. പാസ്റ്റർ സ്തുതിക്കേ കൈവൊക്കെ എന്ന് പറയുമ്പോൾ മതിക്കുന്ന ആളല്ല ഞാൻ. എന്ത് വചനം എന്നിൽ നിറയെ ഉടനെ എനിക്ക് കൈവൊക്കെ ഒക്കത്തുള്ളൂ, ആരാധിച്ചേ ഒക്കത്തുള്ളൂ, മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്കിപ്പോൾ ഞാൻ ആ ദർശനം കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ആരാധനയിൽ വ്യത്യാസമായി, എൻ്റെ സംസാരത്തിൽ വ്യത്യാസമായി, സ്തോത്രത്തിൽ വ്യത്യാസമായി. എന്ന് വെച്ചാൽ പലരും പറയും പണ്ട് നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ ഇങ്ങനെയൊന്നും വരായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അഹങ്കാരം കൊണ്ട് പറയുമല്ല, ഇപ്പോഴാണ് എനിക്ക് ആരാധനയിലും ഇതിനുമല്ല 1 മിനിറ്റ് പോലും കർത്താവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം എന്നെ നടത്തി. അപ്പോഴാണ് ഞാനതൊരു ആ പാസ്റ്ററിന്റെ കാര്യം ഞാൻ ഓർക്കുന്നത്. നീ ഒരു അടയാളമായിരിക്കും എന്ന് പറഞ്ഞത് ഇത് തന്നെയാണല്ലോ, കർത്താവിനെ ഒരു അടയാളമാക്കി മാറ്റി ഇത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം കർത്താവ് സഹായിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും കാര്യാദികളൊക്കെ ഇത്ര ഭംഗിയോടെ ദൈവം നടത്തുന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തെ ഞാൻ നന്ദി പറയുന്നു. ദൈവം ഇനിയും നടത്താൻ ശക്തനാണ്. ആയുസ് എത്രയും ഉണ്ടെന്നുള്ളതല്ല എനിക്കൊരു ആഗ്രഹമേ ഇല്ല. എനിക്കറിയത്തില്ല, എനിക്ക് അതിനുശേഷം
ആയുസ് തരണമെന്നുള്ള യാതൊരു ഇതുമില്ല. എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് എപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്, എനിക്ക് ആയുസ്, ആരോഗ്യതയെ നടന്നു പോകാനില്ലെങ്കിൽ ഒരു എടുത്തോണ്ടെങ്കിലും പോകാൻ ഇരിക്കാനൊരു അവസരമുള്ള എന്നെ എനിക്ക് ആരാധനയിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിസ്റ്റർ, ഈ വിശുദ്ധന്മാര് നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ ആരാധിക്കുന്നത് വല്ലതാണോ അതോ വെറുതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണോ കണ്ട ഓർമ്മ? അവർ ആരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു ഇങ്ങനെ നിൽക്കുന്ന അവ എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ ഒരു ഞാൻ അങ്ങനെ നമ്മളെല്ലാം ഈ വിശുദ്ധരുടെ ഇടയിൽ നിൽക്കുമ്പോ ഈ ദൈവത്തിനെ ഹല്ലേലൂയ മാത്രം അവിടെ കേൾക്കും. അങ്ങനെയുള്ള ഒരു എന്തോ എനിക്കൊരു നല്ല ഒരു ആത്മാവ് നിറവിലോട്ട് ഞാൻ അവരുടെ ഇടയിലോട്ട് ചെന്ന് നിൽക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ ദൈവം ഇത്രത്തോളം കരുതി ദൈവത്തിന്റെ സാക്ഷിയായി അടയാളമായി തന്നെ ദൈവം എന്നെ നിർത്തി. ഓക്കെ, ഇത് കണ്ടേ പിന്നെ സിസ്റ്ററിന്റെ പ്രത്യാശ വർദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇല്ലയോ? അതെ അതെ, പ്രത്യാശ വർദ്ധിച്ചു. എനിക്ക് ഇനി എനിക്ക് അങ്ങനെയുള്ള ആയുസ് അങ്ങനെയുള്ള യാതൊരു ഇതിലും ഒരു ചിന്താഗതിയിലും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പോലെ ആയിപ്പോയി. എനിക്ക് എന്റെ കർത്താവിന്റെ സന്നിധി പോകണമെന്ന് വെച്ചാൽ ഏത് സമയത്തും നോ ഫിയർ, ഒരു ഭാരമില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ആ ഒരു വചനം എനിക്കറിയില്ല. എനിക്ക് നേരത്തെ ഇച്ചിരി പേടി, ഇച്ചിരി നല്ല പേടിയുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല ഒരു കാര്യത്തില് ഒരു ഭയവും എനിക്ക് വരുന്നില്ല. കാരണം പെട്ടെന്ന് എനിക്ക് ഞാൻ കണ്ടത് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ അത് വരും. എന്തൊരു കാര്യം വരുമ്പോഴും, ഏതൊരു കാര്യത്തിന്റെ ആ ഒരു ഇത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ വചനം ഞാൻ കണ്ടത് ഞാൻ വീണ്ടും ദർശിക്കുന്ന പോലെ എനിക്ക് തോന്നും. ആമേൻ, സ്തോത്രം. ഇപ്പം അതുകൊണ്ട് സിസ്റ്ററെ, ഈ ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ ചിലപ്പോൾ ഓർമ്മയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴൊന്നും ഇത് കണ്ടതുകൊണ്ട് സിസ്റ്ററിന് ഒരു ഭാരമില്ല. ഒരു ഭാരമില്ല, ഇന്ന് വരെ എന്തിനിത് ചെയ്തെന്നോ എന്തിനെന്നോ ചോദിക്കാതെ ഇല്ല. ഞാനിതിന് മരിക്കുന്നു. ഞാൻ ICU കിടന്നപ്പോഴേ ഈ ഒരു കാലിലിട്ടാൽ തന്നെ നമുക്ക് എന്തോരം വേദനയാ. ഈ ഫ്രാക്ചർ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താ അന്നത്തെ ഫ്രാക്ചറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്ലാവിക്കൽ ഫ്രാക്ചർ, റിബ് ഫ്രാക്ചർ, ഈ തോളല് പൊട്ടി, കഴുത്ത് സർവിക്കൽ ഫ്രാക്ചർ, ഈ ഫേഷ്യൽ ഫ്രാക്ചർ ഫുൾ, ഈ സൈഡ് റൈറ്റ് സൈഡ് ഫുള്ള് ഫേഷ്യൽ ഫ്രാക്ചർ ആണ്. എന്നിട്ട് വാരിയല് പൊട്ടിയിട്ട് ലിവറിലോട്ടാണ് കയറിയത്. ലിവറിൽ കയറിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് തുടങ്ങി അന്ന് രാത്രിയിൽ. കാര്യം ഇവിടെ KM ചെറിയൻ ഹോസ്പിറ്റലിൽ വെച്ച് ഇന്റേണൽ ബ്ലീഡിങ് തുടങ്ങി. അപ്പം എൻ്റെ HB കുറയുന്ന കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ വന്ന സജ്യങ്ങൾ എന്ന് പറയും, ബീനയുടെ ഹസ്ബൻഡ് പറഞ്ഞു, അവരോട് പറഞ്ഞു രാത്രിയിൽ കാരിത്താസിലോട്ടോ എറണാകുളത്തോട്ടോ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, HB കുറഞ്ഞു വരുവാണ്, ഇന്റേണൽ ബ്ലീഡിങ് ആണ് ശരിക്കും, അതുകൊണ്ട് ലിവറിലാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, റിബ്സ് കയറി, അതുകൊണ്ട് പുള്ളിക്കാരത്തെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ സജി ബ്രദർ, ഞങ്ങളുടെ സജി ബ്രദർ പറഞ്ഞു, പാസ്റ്ററും എല്ലാവരും ഉണ്ട്, ഒത്തിരി പേരുണ്ട്, എല്ലാവരും വന്നു. അന്നേരം പറഞ്ഞു, ഇല്ലില്ല, അവൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അവളെ ഞങ്ങൾക്കറിയാം, അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, വിശ്വാസം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, പറയാനുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രിയിൽ ഈ ഡിവൈസ് ഇങ്ങനെയുള്ള ഉള്ളത് കൊണ്ട് അന്ന് രാത്രിയിലെ എവിടൊക്കെ അറിയാമോ അവിടെ എല്ലാം അറിയിപ്പിച്ചു കാണുമല്ലോ, എനിക്ക് ഓർമ്മയും ബോധമൊന്നുമില്ലെങ്കിലും അങ്ങനെ അന്ന് രാത്രിയിൽ ആ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആ 12 മണിക്ക് ശേഷം ചിലപ്പം കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞ് അന്ന് രാത്രിയിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പായി. സ്തോത്രം. അങ്ങനെ പിന്നെ അതുകൊണ്ട് എങ്ങും കൊണ്ടുപോകേണ്ടി വന്നില്ല. അങ്ങനെ ഇപ്പൊ ഫ്രാക്ചറിന്റെ ഇനി നാളെ മറ്റന്നാളില് ഇതിന് റിപ്പീറ്റ് എക്സ്റേ എടുക്കണം. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്ന അറിയാമോ, ഇത് പരപ്രേരണ കൂടാതെ ഉയർത്തിയൊരു കരം, ഇത് ഉയർന്നു തന്നെ ഇരിക്കണം. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നു, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. കണ്ണിന്റെ ഈ ഒരു പ്രോബ്ലം, പക്ഷെ എന്നാലും ഞാൻ നോ പ്രോബ്ലം, ഞാനല്ലേ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു പറയേ ഇല്ല, ഒരു ബോധറിങ്ങുമില്ല ഒന്നിനെ പറ്റി, എന്തിനാന്ന് ചോദിച്ചിട്ടുമില്ല കർത്താവിനോട്. അങ്ങനെ ദൈവത്തിന്റെ വചനം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ ചിലപ്പം മാനുഷികമാകുന്ന രീതിയിലൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരപ്പെടും. പക്ഷേ സിസ്റ്റർ ഈ ഒരു അവസ്ഥയിലൂടെ ദൈവം കടത്തി വിട്ടതുകൊണ്ട് ആ ഭാരം പൂർണ്ണമായിട്ട് ദൈവം തമ്പുരാൻ എടുത്തങ്ങ് എന്തോ ചെയ്തു, മാറ്റി. അതെ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളെ എന്തോ ചെയ്യുന്നത്, മാറ്റിമറിക്കുന്നത്. കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നത് ജീവിതാനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി കണ്ട സ്വർഗീയ ദർശനമാണ് പോലെ കണ്ട സ്വർഗീയ ദർശനം. ഭൂമിയിലുള്ളതിനെയൊക്കെയും ഫേസ് ചെയ്യുവാൻ ഉള്ള ഒരു ധൈര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സിസ്റ്ററിന് നൽകി തന്നു. അതെ,
എല്ലാ ചിന്തകളെയും വിടാനുള്ളതായ ഒരു വിചാരങ്ങളെ ദൂരെ അകറ്റി കളയാനുള്ളതായ ഒരു ശക്തി ദൈവാത്മാവ് പകർന്നു തന്നു. പക്ഷേ നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് അത്രയും ശക്തിയൊന്നും എന്തോ ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കും കർത്താവ് എന്തോ ചെയ്തേ ഈ ഒരവസ്ഥയിലേക്ക് കടത്തി വിട്ടത്. ആമേൻ. ഇപ്പോൾ ശരീരത്തിൻ്റെ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ പോകാൻ പറ്റുമോ? ഇപ്പൊ എല്ലാ ആരാധനയ്ക്കും ഞാൻ പോകും. എന്നെ കൊണ്ടുപോയാൽ മതി, നോ പ്രോബ്ലം. ഞാൻ 10 മണിയാകുമ്പോൾ ഞങ്ങളെ സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്റെ മോൻ വരുമ്പം വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ എന്റെ ബ്രദർ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ഒറ്റ ആരാധനയും ഒരു കൂട്ടായ്മ ഞാൻ മുടക്കിയല്ലോ. എങ്ങനെയായാലും ആ സമയമാകുമ്പോൾ എന്നോട് പറയും, സിസ്റ്റർ ഒരുങ്ങി നിന്നാൽ മതി, ഞങ്ങൾ വന്നോളാം, കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിൽ എന്റെ മോനുണ്ടെങ്കിൽ മോൻ. എങ്ങനെയായാലും പിന്നെ ഞാൻ മുടങ്ങിയിട്ടില്ല. ഓർമ്മ ശരിയായി ഇച്ചിരി സ്റ്റേബിളായി പോവാൻ തുടങ്ങി, പിന്നെ ഞാൻ മുടങ്ങത്തില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തട്ടെ, കർത്താവ് സഹായിക്കട്ടെ. അനേകർക്ക് ഈ അനുഗ്രഹമായി തീരട്ടെ. ഇപ്പം ഇത് മാത്രമേ കണ്ടുള്ളൂ, കർത്താവിനെ അവിടെ കാണാൻ സിസ്റ്റിന് കഴിഞ്ഞില്ല, ഇല്ലയോ? ഇല്ല. ഓക്കെ. ആമേൻ. സ്തോത്രം. ഇനി ഒരു കർത്താവിനെ നമ്മൾ നേരിട്ട് കാണുന്നതായ ഒരു ദിവസമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവ് നമ്മെ എന്തുവാ ആ സ്വർഗത്തിലെ ഒരു അനുഭവം കാണിച്ചു തരും. അതെ, ഭൂമിയിൽ ഇരിക്കുമ്പോൾ മരിച്ചാലും ജീവിച്ചാലും നാം ക്രിസ്തുവിനുള്ളവർ. നാം മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളവർ തന്നെയായിരിക്കണം. ആ ഒരു പ്രത്യാശ ഉള്ളത്തിൽ ഉറപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു ഈ ഒരു ആക്സിഡന്റിലൂടെ. അത് ഏകയായി ഹസ്ബൻഡ് ഇല്ലാതെ ഏകയായി ജീവിച്ചപ്പോൾ പിന്നെ ഒരു ആക്സിഡന്റും കൂടെ കടന്നു വന്നാൽ മാനുഷിക രീതിയിൽ അത് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് ഒരു സ്വർഗീയ ദർശനത്തിലൂടെ കർത്താവ് എല്ലാം എന്തോ ചെയ്തു, മാറ്റി തൂത്തെറിഞ്ഞ് കളഞ്ഞതുപോലെ കളഞ്ഞു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ. സ്തോത്രം. ഒരു ദിവസത്തേക്ക് മാത്രമല്ല, കർത്താവ് എന്നും ഇപ്പം ഇത്ര വർഷമായി, ഇപ്പോൾ കുറച്ച് ഇത്രയും നാളായല്ലോ, ഈ ഒരു 5-6 മാസത്തിൽ കൂടുതലായല്ലോ, ഇല്ലേ? 6 മാസമായി. കർത്താവ് പിന്നെയും നിലനിർത്തും പ്രത്യാശയിൽ, പിന്നെയും വർദ്ധിച്ചു വരുവാം. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തോട് കൂടുതൽ അടുത്ത് അനേകർക്ക് ആശ്വാസം നീ ഒരടയാളമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ ഒരടയാളമാക്കി ആനന്ദപ്പള്ളിയുടെ ദേശത്ത് മാത്രമല്ല അനേക രാജ്യങ്ങളിൽ കർത്താവ് പ്രിയ സിസ്റ്ററെ ആക്കി തീർക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സിസ്റ്ററെ? നാളെ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ജോയ്സ് ടിവിയിലൂടെ ഞങ്ങൾക്ക് അല്പസമയം ഞങ്ങളുടെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി നിന്റെ സിസ്റ്ററിനെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. അനേകര് നാളുകൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ജീവനുള്ള സാക്ഷ്യമായി ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ ശ്രേഷ്ഠിപ്പിച്ച കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പ. കർത്താവെ, കേൾക്കുന്നതിലധികം അധികം അധികം കർത്താവെ കേട്ട് ശ്രദ്ധയോടെ കർത്താവെ വാസ്തവമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അനേകർ കാണുവാൻ കർത്താവെ, ജീവിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, ക്രിസ്തുവിൽ കഴിയുന്നവർ കർത്താവെ നിത്യതയ്ക്ക് വേണ്ടി അവകാശികളാണെന്ന് അറിയുവാൻ ദൈവം ഞങ്ങളെ കർത്താവെ മുതൽക്കൂട്ടായി കണ്ടല്ലോ കർത്താവെ. അതിനായി ഞങ്ങളെ ഒരുക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. അനേകർക്ക് കർത്താവെ ഈ സിസ്റ്ററിലൂടെ കർത്താവ്, ഈ ജോയ്സ് ടിവിയിലൂടെ കർത്താവെ ജീവനുള്ള സാക്ഷ്യങ്ങളെ ഞങ്ങൾ കേൾക്കുമ്പോഴൊക്കെ കർത്താവെ ഇനിയും കർത്താവെ അധികം അധികം പ്രയോജനപ്പെടേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ അനേകരെ കർത്താവ് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വചനപ്രകാരം കർത്താവെ ആരെല്ലാം ഞങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുന്നു അവരൊക്കെ വാസ്തവമായി ദൈവത്തോട് പറ്റി ചേർന്ന് നിൽക്കുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കണം അപ്പ. അങ്ങയുടെ വരവിന് മുമ്പ് കർത്താവെ ചിലരെ കൂടെ തീർന്ന് വലിച്ചെടുക്കുവാൻ, ചിലരെ കൂടെ സത്യത്തിൽ നടത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ പതിയണം, സൂക്ഷിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ.